ടി വിയിലായിരുന്നു അല്ലേ കൂടുതലും നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ടി വി കാണുക, കേബിൾ എടുത്ത് വാർത്താ ചാനലിൽ പേ ചെയ്ത് കാണുക, അതൊക്കെ വളരെ കുറവാണ്. പത്രം വായിക്കുന്ന ആളുകൾ കുറവാണ്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ദ യങ്ങർ ജനറേഷൻ. ആൻഡ് ഇപ്പോൾ അത് കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ ആൾക്കാർ യൂട്യൂബിൽ കുറേ വാർത്തകളുണ്ട്, മെയിൻ ചാനൽ അല്ലാതെ വേറെയും കുറേ ആളുകളുണ്ട്. ആൻഡ് അവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. സോ എല്ലായിടത്തും ഈ വാർത്തകൾ വരാണ്. ഇപ്പോൾ വന്നിട്ട് എന്തെങ്കിലും ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ന്യൂസ് തരുന്നത് ഒരു സ്പെസിഫിക് കാര്യം പറഞ്ഞങ്ങ് പോകുന്ന പോലെയല്ല. ആൻഡ് സീരിയസ് ആയിട്ട് പറയാതെ വളരെ ഫണ്ണി ആയിട്ടും വളരെ ലൈറ്റായിട്ടും ആൾക്കാർ ന്യൂസ് ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര സെൻസേഷണലൈസ് ചെയ്യുന്നു. സോ ഇത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യങ്ങൾ ലൈറ്റായിട്ട് ഇടുമ്പോൾ ആൾക്കാർക്ക് അതിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി കുറഞ്ഞു വരും അല്ലേ. ഇപ്പോൾ നമ്മൾ ആ ഒരു സമാധി കേസ് കണ്ടു, അതിൻ്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻസ് വായിച്ചു കഴിഞ്ഞാൽ തമാശ പോലെയാണ്. ശരിക്കും നമ്മളൊരു ആളുടെ ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്, അതിനൊക്കെ തമാശയായിട്ടാണ് പറയുന്നത്. ആൻഡ് ഈവൻ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരും അത് വളരെ ഒരു ഫണ്ണി വെയിലൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് നമ്മൾ എടുക്കേണ്ടതെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ. ഇനിയിപ്പോൾ ഈ വാർത്ത പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് മാപ്പ് എടുക്കുക, അല്ലെങ്കിൽ റൂട്ട് കോസിലോട്ട് പോവുക, ഇതൊക്കെ എന്തെങ്കിലും ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒക്കെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഇന്ന ആളുടെ കൊച്ചിൻ്റെ മോൻ്റെ ഇത് വകയിൽ എന്തോ ഒരു വംശജനാണ്, എന്തൊരു സംഭവം കണ്ടാലും അതൊരു ഇന്ത്യൻ വംശനാണ്, അല്ലെങ്കിൽ കേരളത്തിൽ റൂട്ട്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള കറി കരിമീനും കപ്പയോ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയാണ്, ജോണബ്രാഹ്മൺ ഇഡ്ഡലിയാണെന്നൊക്കെ പറഞ്ഞ് പണ്ട് കണ്ടിട്ടുണ്ട്. സോ അതേപോലെയൊക്കെ ഓരോ റൂട്ട് കോസ് കണ്ടുപിടിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അതെല്ലാം വിട്ടിട്ട് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് കേസ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് പോവാണ്. ആൻഡ് റൂട്ട് കോസ് പറഞ്ഞിട്ട് ഈ ഇവരല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ആൻഡ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ അടുത്ത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഇപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ ഷെയർ ചെയ്ത വോയിസ് നോട്ട്സ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്തതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ റെപ്പറ്റേറ്റീവായിട്ട് പറഞ്ഞ് ഐഡിയ കൊടുക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന പോലെയാണ്.